ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അടുത്ത ഞായറാഴ്ച 2024 മെയ് 19 പെന്തക്കൊസ്ത തിരുനാൾ ദിനം. പിന്നത്തെ ഞായറാഴ്ച പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ. നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം ചെറിയൊരു ധ്യാനം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വിവിധ സംജ്ഞകൾ അല്ലെങ്കിൽ ശീർഷകങ്ങൾ ബൈബിളിലുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന വാക്ക് തന്നെയുണ്ട്. ലൂക്കായുടെ സുവിശേഷം 3:16. കർത്താവിൻ്റെ ആത്മാവ് ലൂക്ക 4:18. ക്രിസ്തുവിൻ്റെ ആത്മാവ് റോമ 8:9. സത്യത്തിൻ്റെ ആത്മാവ് യോഹന്നാൻ 15:26. ദൈവത്തിൻ്റെ ആത്മാവ് റോമ 8:9. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഫെസോസ് ലേഖനം 4:30. പരിശുദ്ധിയുടെ ആത്മാവ് ഹെബ്രായ ലേഖനം 9:14. നിത്യാത്മാവ് അതേ ടെക്സ്റ്റ് തന്നെ, ഹെബ്രായ ലേഖനം 9:14. ജീവാത്മാവ് യോഹന്നാന്റെ സുവിശേഷം 6:63. യേശുവിൻ്റെ ആത്മാവ്, യേശുവായുടെ ആത്മാവ് നടപടി ഗ്രന്ഥം 16:7. മിശിഹായുടെ ആത്മാവ് റോമാലേഖനം 8:9. തേജസ്സിൻ്റെ ആത്മാവ് 1 പത്രോസ് 4:14. ഇങ്ങനെ വിവിധ സംജ്ഞകളെക്കുറിച്ച് ഓരോ ദിവസവും നമുക്ക് ഓരോ ശീർഷകത്തെക്കുറിച്ച് ധ്യാനിക്കാം. പിന്നെ വേറെ 2 പ്രധാനപ്പെട്ട ശീർഷകങ്ങളാണ്. ഒന്ന് പാറക്ലേത്ത, ഗ്രീക്ക്. പിന്നെ നമുക്ക് റൂഹാദ് കൂദാശ, സുറിയാനി വാക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓരോ ദിവസവും ചെറിയ ഒരു ധ്യാനം, പെന്തക്കോസ്ത് തിരുനാളിനും പിന്നെ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിനുമുള്ള ഒരുക്കമായിട്ടുള്ള ഒരു ധ്യാനം. ഇന്നത്തെ ചെറിയൊരു ധ്യാനം റോമാലേഖനം 8:23 രക്ഷയുടെ ആദ്യ ദാനമായി പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നു. രക്ഷയുടെ ആദ്യ ദാനം, ഫസ്റ്റ് ഗിഫ്റ്റ്. ഇത് മനസ്സിലാക്കാൻ എഫെസോസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങളിൽ പൗലോസ് വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായി, അച്ചാരം എന്ന് പറഞ്ഞാൽ ആദ്യ ഗഡു, നമ്മൾ ഗഡുക്കളായിട്ട് കൊടുക്കുമ്പോൾ ആദ്യ ഗഡു, അച്ചാരം, അഡ്വാൻസ് ആയിട്ട് കൊടുക്കുമല്ലോ, അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ ചൊരിയുന്നു. നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായി, ഒരു അഡ്വാൻസ് തുകയായി അല്ലെങ്കിൽ ആദ്യ ഗഡുവായി പരിശുദ്ധാത്മാവിനെ ചൊരിയുകയായിരുന്നു ഉത്ഥാനം ചെയ്ത യേശു പെന്തക്കോസ്ത് തിരുനാളിൽ. ഞാൻ പോകുന്നില്ലെങ്കിൽ അഭിഭാഷകൻ അല്ലെങ്കിൽ മധ്യസ്ഥൻ അല്ലെങ്കിൽ കാര്യസ്ഥൻ, പാരക്ലേത്ത, നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. അങ്ങനെ കർത്താവ് പറഞ്ഞിരുന്നു. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ ഞാൻ അയക്കും. യോഹന്നാന്റെ സുവിശേഷം 16:7. എന്നിട്ട് വീണ്ടും പറയാണ്, പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുന്ന അഭിഭാഷകനായ അല്ലെങ്കിൽ കാര്യസ്ഥനായ അല്ലെങ്കിൽ മധ്യസ്ഥനായ ആ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യോഹന്നാൻ 14:26. അപ്പോൾ ഈ അഭിഭാഷകനായ, മധ്യസ്ഥനായ, കാര്യസ്ഥനായ, സഹായകനായ പാരക്ലേത്ത അഥവാ പരിശുദ്ധാത്മാവ് കർത്താവ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിക്കും, പിന്നെ ഓർമ്മപ്പെടുത്തും. അതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യങ്ങളിൽ പെടുന്നത്. പിന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അവൻ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. അതായത് സത്യത്തിൻ്റെ പൂർണ്ണത, വെളിപാടിൻ്റെ പൂർണ്ണത യേശുക്രിസ്തു നൽകിയാലും അതിൻ്റെ പൂർണ്ണ ഗ്രാഹ്യത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പൂർണ്ണ ഗ്രാഹ്യത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പോകുന്ന ആത്മീയ പ്രസ്ഥാനമാണ് കത്തോലിക്ക സഭ. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഈ തിരുവചനങ്ങളുടെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ കിട്ടുന്ന പുതിയ ഉൾക്കാഴ്ചകളാണ്. പുതുതായിട്ടൊന്നും കത്തോലിക്ക സഭ കണ്ടെത്തുകയാണ്. ഉൾക്കാഴ്ചകൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നയിക്കപ്പെടുമ്പോൾ കിട്ടുകയാണ്. അത് അങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവൻ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെ പഠിപ്പിക്കുകയും, എന്ന് വെച്ചാൽ അതിൻ്റെ ആന്തരാർത്ഥങ്ങളിലേക്കും ഉൾക്കാഴ്ചകൾ നിങ്ങൾ നയിക്കുകയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെ ഇതാണ് പാരക്ലത്തയെക്കുറിച്ച് കർത്താവിൻ്റെ വാഗ്ദാനം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയാണ് പാരക്ലത്തെന്നും പറഞ്ഞ് നടക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ്. വെറുതെ ആശയക്കുഴപ്പമുണ്ടാക്കാം. യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണോ അത് ഓർമ്മപ്പെടുത്തലാണോ മുഹമ്മദ് നബി ചെയ്തത്? നേർവിപരീതം ഖണ്ഡിക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും മാത്രമല്ല സകല സംഗതികളും ഖണ്ഡിച്ചു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി അവതരിപ്പിക്കുന്ന യേശുക്രിസ്തു ബൈബിൾ അവതരിപ്പിക്കുന്ന യേശുക്രിസ്തു അല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയാണ് പാരക്ലത്തെന്നും പറഞ്ഞ് നടക്കുന്നത് വലിയ ദൈവനിന്ദയാണ്. വലിയ ദൈവനിന്ദയാണ്. കർത്താവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഹേളനമാണ്. അതുകൊണ്ട് ആ ആശയക്കുഴപ്പത്തിലൊന്നും നമ്മൾ ചെന്ന് ചാടരുത്. നമുക്ക് കർത്താവിൻ്റെ രക്ഷയുടെ ആദ്യ ദാനമായി, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായി, ആദ്യ ഗഡുവായി പരിശുദ്ധാത്മ നൽകിയിരിക്കുന്നു. പിന്നത്തെ ഗഡുക്കൾ ഇല്ലേ, സ്വർഗം, സ്വർഗാതിസ്വർഗം അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആദ്യ ഗഡുവായിട്ട് നമ്മുടെ അച്ചാരമാണ്, രക്ഷയുടെ അച്ചാരമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പം ഞാൻ മുമ്പ് പല പ്രാവശ്യം പറയാനുള്ള കാര്യം ഒന്ന് ആവർത്തിക്കട്ടെ. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നല്ല പറയേണ്ടത്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആദ്യ ഗഡു കിട്ടി, രണ്ടാമത്തെ ഗഡു കിട്ടി, അങ്ങനെയാണ്. അങ്ങനെ രക്ഷാവ് തന്നെ ഒരു പ്രക്രിയയാണ്. ആ രക്ഷിക്കപ്പെട്ട പ്രക്രിയയിലാണ് നമ്മളായിരിക്കുന്നത്, സഭയിലായിരിക്കുന്നത്. അതിനാൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച യേശു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അത് അങ്ങനെ ഒരു പ്രോസസ്സാണ് കർത്താവിൻ്റെ കാര്യത്തിൽ. ഇത് തന്നെയാണ് നമ്മുടെ കാര്യത്തിലും. മാമോദീസായിൽ ഒരു പുതുജനനമായി നമ്മൾ പരിശുദ്ധാത്മ ജനിച്ചു. സ്ഥൈര്യലേപനത്തിൽ നമ്മൾ പരിശുദ്ധാത്മന് അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയിൽ ജീവാത്മാവായിട്ട് കർത്താവ് നമ്മിലേക്ക് വരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൽ വളർന്ന് 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 ഈ ആദ്യ ഗഡുവായിട്ട് കിട്ടിയത് രണ്ടാം ഗഡു, മൂന്നാം ഗഡു, അങ്ങനെ അന്തിമ ഗഡുക്കളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിന് നമ്മെ ഒന്ന് ത്വരിതപ്പെടുത്തുന്ന സന്ദർഭമാണ് പെന്തക്കോസ്തായും പിന്നെ അത് കഴിഞ്ഞ് വരുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളും. നമുക്കിത് നല്ല പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നല്ല ധ്യാനത്തിൽ ചെലവഴിക്കാൻ ശ്രമിക്കാം.